എല്ലാ കൂട്ടുകാർക്കും സൈഗോസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു മഴയൊക്കെ പെയ്ത് തോർന്നു അല്ലേ ഏട്ടാ? ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോർന്നു കേട്ടോ. കുറേ നേരം വരെ കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് എങ്ങനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ അപൂർവമായിട്ടാണ് ഇപ്പൊ വീഡിയോയിൽ ഞാനും മീനുക്കുട്ടിയൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേട്ടൻ ഉള്ള ദിവസമൊക്കെ വീഡിയോ എടുക്കുന്നത് അല്ലേ മീനുക്കുട്ടി? കാണട്ടെ മീനുക്കുട്ടീനെ. എന്റെ മീനുക്കുട്ടീനെ കണ്ടോളൂ, ഇതാണ് മീനുക്കുട്ടി, നമ്മുടെ സൈഗ കുട്ടി. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മീനുക്കുട്ടി, അപ്പൊ നമ്മളിപ്പോ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് മാങ്ങയാണ് കേട്ടോ, കോട്ടിക്കുണം മാങ്ങ. അപ്പൊ നമ്മള് ഇത് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, വൈകുന്നേരം നമുക്ക് ഇത് അരിഞ്ഞ് സാപ്പിടാന്ന് വിചാരിച്ചു. ആരരിയണം? ബാവച്ചി അരിയോ ഞാൻ അരിയണോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് മാങ്ങ അരിയാം കേട്ടാ. നല്ല അടിപൊളി മാങ്ങ. നിങ്ങളെവിടെയൊക്കെ കോട്ടുക്കണോന്ന് തന്നെ പറയുന്ന സൂപ്പർ മാങ്ങ നമ്മൾ ചെത്തുകയാണ്. മാങ്ങ നമ്മൾ മാങ്ങ ചെത്തുകയെന്ന് വെച്ചാൽ എനിക്ക് ഈ ചെത്തണ കാര്യം ഭയങ്കര പാടാണ്. തിന്നാനാണെങ്കിൽ ഞാൻ എത്ര ഓണം ഇരിക്കും. ഈ പെണ്ണിൻ്റെ അടുത്ത് ചെത്താൻ പറഞ്ഞിട്ട് കേൾക്കണമില്ല. അപ്പൊ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മള് മരവല്ലത് അല്ലാതെ ഇവിടെ അടുത്തുള്ളവര് ഈ മാങ്ങ എങ്ങനെ എടുക്കുന്ന വെച്ചിട്ട് പറടാ പണം എടുക്കും അല്ല എന്തെങ്കിലും നടക്കുന്ന പാട്ടത്തിനെടുക്കും. പള്ളിയിലുള്ള ഒരു പാട്ടത്തിന് ഇങ്ങനെ മാവ് ഒത്ത് ഇങ്ങനെ എടുത്തിട്ട് അത് അവര് തന്നെ അടത്ത് പഴപ്പിച്ച് അങ്ങനെ എടുക്കുന്ന മാങ്ങയാണ് കേട്ടോ. ഈ വരവൊന്നും അല്ല, അതുകൊണ്ട് വിഷാംശമൊന്നും ഇല്ലാത്ത ഒറിജിനൽ മാങ്ങയാണ് കേട്ടോ. കിലോ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 120, 150 ആ റേറ്റ് എങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുത്ത് നമ്മളെല്ലാം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം, കട്ട് ചെയ്ത് കഴിക്കാം. നിങ്ങൾക്കൊക്കെ മാങ്ങ കിട്ടിയോ കൂട്ടുകാരെ ഇത്തവണ? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മാങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പം നമുക്കിനി കഴിക്കാം അല്ലേട്ടാ? അരിഞ്ഞ് കഴിച്ചിട്ടൊക്കെ കാണാം. പിന്നെ ഇത്തവണ നമുക്ക് ഏറ്റവും കൂടുതൽ മാങ്ങയാണ് കിട്ടിയത് കേട്ടോ. കഴിഞ്ഞ തവണ ഈ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ചക്കയും ചക്കപ്പഴവും ഒക്കെ ആയിരുന്നു അല്ലേടാ നമ്മളെ വീഡിയോയിലൊക്കെ. പക്ഷെ ഇത്തവണ നമുക്ക് കുറേ മാങ്ങ കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട്? പാണ്ടിയാ നമ്മള് പാണ്ഡ്യാത്ര തിന്നോളൂടെ. മാങ്ങത്തെ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കും കേട്ടാ. ചുമ്മാ ഞാൻ തിന്നോലും ഇല്ല കേട്ടോ. ഒരെണ്ണൊക്കെയാണ്. സൂപ്പർ അല്ലേ? മീനുവിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് മീനു? സൂപ്പർ. മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോൾ ക്ഷീണം കാരണം ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് കിടന്നൊക്കെ എണീറ്റപ്പോൾ നോക്കിയപ്പോൾ കൂട്ടുകാരി കറണ്ട് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്, മഴ ഉച്ചയ്ക്ക് മുമ്പേ പെയ്ത് തോർന്നതാണ്. എന്നിട്ടും ഉച്ച കഴിഞ്ഞപ്പോൾ കറണ്ട് പോയിട്ട് ഇത്രയും നേരമായിട്ടും വന്നില്ല കേട്ടോ. അപ്പൊ നാളുകൾക്ക് ശേഷം നമ്മളതാ ഈ വെട്ടത്തിലാവണല്ലേ, മെഴുതിരി വെട്ടം. അത് ഇപ്പൊ ഉച്ചയ്ക്ക് പോയ കറണ്ട് ഈ രാത്രി ആയിട്ടും വന്നില്ല. ഞങ്ങൾ ഒരു 4 മണി 5 മണിക്ക് സമയത്തൊക്കെ എണീറ്റ് കട്ടൻ ചായയും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കറണ്ട് ഇല്ലാത്ത കാരണം നമ്മളും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, കറണ്ടും ഇല്ല. അതിനിപ്പോൾ എണീറ്റ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? കട്ട ഇട്ട് കുടിക്കണം. എണീറ്റിട്ട് മെഴുതിരി വെട്ടത്തിൽ ഇന്ന് തന്നെ ഒരു കട്ടൻ കുടിക്കാന്ന് പറഞ്ഞ അങ്ങനെ കട്ട ഇട്ട് കേട്ടോ. അതിൽ നമുക്ക് വൈകുന്നേരത്തെ പുട്ടിൻ്റെ കൂടെ കടലക്കറി വയ്ക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് കടലക്കറി എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടൊക്കെയാണേ. കടലക്കറിയല്ല, കടല. ആരും എന്നെ ട്രോളരുത് കൂട്ടുകാരെ. അങ്ങനെ മെഴുതിരി വെട്ടത്തിൽ നമ്മൾ ഒരു കട്ടനും പിന്നെ അച്ചപ്പവും. പണ്ട് കാലങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു മെഴുതിരി വെട്ടത്തിലൊക്കെ ഇരുന്ന് ഇതേപോലെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. മീനുട്ടിയൊന്നും മെഴുതിരി വെട്ടത്തിൽ ഇരുന്നിട്ട് പോലും ഇല്ല അല്ലേ മീനുട്ടി? ആദ്യമായിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? അപ്പം അതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ കട്ടൻ കുടിച്ചിട്ട് ഫോൺ ഇത്തിരി ഒന്ന് കാണാമെന്ന് പറഞ്ഞ് എടുത്ത സമയത്ത് കറണ്ട് വന്നു. അപ്പൊ വിചാരിച്ചു ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറില്ല, അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ കടലക്കറി വെക്കാൻ വേണ്ടി സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നീട് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ വെക്കാൻ കഴിയണം. അല്ലാതെ
വഴറ്റി എടുത്തൊക്കെ വെക്കാനായിട്ട് ഇനി ഒരുപാട് സമയം എടുക്കും. അത് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാൻ വേണ്ടിട്ടാ. അത് കത്തിച്ചേന. കുക്കർ ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ വീത്തി കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കടുക് പൊട്ടി വരട്ടെ. നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. കുറച്ച് കറിയെ വെക്കുന്നുള്ളൂ, നമുക്ക് ഇനി ഒരു നേരത്തേക്ക് മതിയല്ലോ, അതുകൊണ്ട് ഇത്തിരിയേ വെക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് സവാളയും കുറച്ച് കടലേ ഉള്ളൂ, കുറച്ച് വെക്കുന്നുള്ളൂ കേട്ടോ. സവാള നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കോരാനായിട്ട് വെച്ചിരുന്ന കടല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള എല്ലാ മസാലപ്പൊടികളും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഫിസിൽ കേൾപ്പിക്കാം കേട്ടോ. കുറച്ച് 2-3 ഫിസിൽ കേൾപ്പിക്കാം, കാരണം നമ്മൾ കടല താമസിച്ചാണ് ഇട്ടത്. അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഫിസിൽ കേൾപ്പിക്കാം അല്ലേ ഏട്ടാ. ഇവിടെ നിന്ന് റെഡി ആവട്ടെ. അടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടമാവ് ഉപയോഗിച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. അവിടെ ഫിസിൽ വരുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ഫിസിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പുട്ടും കൂടെ നമുക്ക് തയ്യാറായി കിട്ടിയ നമുക്ക് കഴിക്കാൻ കേട്ടോ. പുട്ട് ഇതാ ഉണ്ടാക്കുന്നുണ്ട്. കറി മാറ്റി വെച്ചിട്ടുണ്ട്. മീനുക്കുട്ടി എവിടെ? മീനുക്കുട്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് മാവൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിപ്പുണ്ടേ. പുട്ട്, കടലക്കറി, കട്ടൻ ചായ റെഡിയായി. ചേട്ടതാ കഴിച്ചും തുടങ്ങി. എന്നുണ്ട് ചേട്ടാ? അയ്യോ വീഡിയോ ഒരു മങ്ങിയിട്ടാണ് വന്നത്. എങ്ങനെയുണ്ട്? കുറച്ച് കറി, മീനും ഇതാ കഴിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇനി കഴിക്കട്ടെ. അങ്ങനെ കഴിച്ചൊക്കെ റെഡിയായി. വാവച്ചിയും മീനൂട്ടിയും കൂടെയൊക്കെ ഇവിടെ വന്നിരിക്കുകയും നമ്മളെ സെറ്റ് ചെയ്ത ഡൈനിങ് ടേബിളിൽ. അപ്പൊ അവിടെ ഇരുന്നോണ്ട് കുടിച്ചു, പിന്നെ പാത്രമൊക്കെ ഉണ്ടാകുന്ന കഴുകി വെച്ചു. ചില്ലറ ജോലികളൊക്കെ ചെയ്തു. അതൊന്നും നമ്മളൊന്ന് വീഡിയോ എടുത്തില്ല. അതെല്ലാ വീട്ടിലും ചെയ്യണേണല്ലോ. പാത്രം കഴുകി തൂത്ത് അങ്ങനെയൊക്കെയുള്ള ചില്ലറ ജോലിയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് കിടക്കുന്ന ഉറങ്ങണം അല്ലേ വീണു? അപ്പൊ അതിന് മുന്നോടിയായിട്ട് കഷായം കുടിക്കണം. അങ്ങനെ കഷായമൊക്കെ കുടിച്ചു. അപ്പൊ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. സ്നാക്സ് ഒക്കെ വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒന്ന് വിചാരിക്കും സംഭവിക്കുന്ന മറ്റൊതെന്ന് പറയണല്ലേ, ഒന്നും നടന്നില്ല. കറണ്ട് ഇല്ലാത്ത കാരണം ഒന്നും നടന്നില്ല. അപ്പം ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.